ഇപ്പോൾ പഞ്ചാബിന്റെ PCC അധ്യക്ഷനാണ്. ഒപ്പം അദ്ദേഹം ലോക്സഭ MP കൂടിയാണ്. അദ്ദേഹം കൂടി യാത്രയെ മുന്നിൽ നിന്ന് റോഡിൽ നയിക്കുന്നുണ്ട്. പ്രവർത്തകർക്ക് കാണാൻ കഴിയും. ബസ് അടുത്തൊരു വഴിയിലേക്ക് കൂടി കടന്നിരിക്കുകയാണ്. പോലീസിലേക്ക് വലിയ തരത്തിലുള്ള പോലീസ് വാഹനം തടയാനൊക്കെ ശ്രമിക്കുന്നുണ്ട്. മറ്റൊരു വഴി സ്വീകരിക്കാതെ ഇപ്പോൾ ഈ വഴിയിലേക്ക് ജാനുവരി മാർഗിന്റെ വഴിയിലേക്ക് കൂടി വാഹനം തിരിഞ്ഞിരിക്കുന്നു എന്നാണ് ഇപ്പോൾ നമുക്ക് കാണാൻ കഴിയുന്നത്. ആണെങ്കിലും വലിയ പ്രതിഷേധമായി ഈ പ്രതിഷേധം മാറുകയാണ്. ഇനിയിപ്പോൾ അല്പദൂരം കൂടി സഞ്ചരിച്ചു കഴിഞ്ഞാൽ സജീവ സുരക്ഷാ മേഖലയിലൂടെ തന്നെയാണ് വാഹനം കടന്നു പോകുന്നത്. രാഹുൽ ഗാന്ധിയുടെ വസതിക്ക് മുന്നിൽ നിന്ന് വാഹനം പുറപ്പെട്ടപ്പോൾ മുതൽ 3-4 തവണ ബാരിക്കേഡ് വെച്ച് തകർക്കാനുള്ള ശ്രമങ്ങൾ പോലീസിന്റെ ഭാഗത്തുനിന്നുണ്ടായിരുന്നു. വലിയ പോലീസ് വിന്യാസം തന്നെയാണ് അവിടെ ഉണ്ടായിരുന്നത്. ദില്ലി പോലീസ് ഉണ്ടായിരുന്നു, അർദ്ധസൈനിക വിഭാഗങ്ങളുണ്ടായിരുന്നു, അങ്ങനെ എല്ലാവരുടെയും സാന്നിധ്യം ഉണ്ടായിരുന്നു. പക്ഷേ വെച്ച ബാരിക്കേഡുകൾ മുഴുവനും തകർത്തും എറിഞ്ഞും എടുത്തുമാറ്റിയുമാണ് ആ വാഹനത്തിലുള്ള വഴിയൊരുക്കിയത് കോൺഗ്രസിന്റെയും യൂത്ത് കോൺഗ്രസിന്റെയും അണികൾ. ഏറ്റവും അവസാനം ആഭ്യന്തരമന്ത്രി അമിത്ഷായുടെ വസതിക്ക് മുന്നിലൂടെ, കേന്ദ്രമന്ത്രി കിരൺ റിജിജുവിന്റെ വസതിക്ക് മുന്നിലൂടെ ആ വാഹനം എത്തുകയാണ്. അത് ഗാന്ധി സ്മൃതിയിലേക്ക് എത്തുകയാണ്. ഗാന്ധി സ്മൃതിയിൽ നിന്ന് ആദിൽ പാലോട് നമ്മളോടൊപ്പം ചേരുകയാണ്. അതിൽ അവിടെയും വലിയ പോലീസ് വിന്യാസമുണ്ടോ? ഉറപ്പായും പോലീസിന്റെ വിന്യാസമുണ്ട്, വലിയ സുരക്ഷയുണ്ട്. ഞാനിപ്പോൾ ഗാന്ധി സ്മൃതിക്ക് തൊട്ട് മുന്നിലാണുള്ളത്. ഈ ദൃശ്യങ്ങളിലേക്ക് വന്നാൽ ഇവിടെയാകെ തന്നെ പോലീസ് ഉദ്യോഗസ്ഥരെ കാണാം. അതിനേക്കാൾ കൂടുതൽ പ്രവർത്തകരെ നമുക്കിവിടെ കാണാൻ കഴിയുന്നുണ്ട്. ഇതാ വാഹനം വരുന്നു, ബസ് വരുന്നു. ബസ്സിലേക്ക് പ്രവർത്തകർ ഓടിപ്പോകുന്ന ദൃശ്യങ്ങളാണ് ഇവിടെ നിന്ന് നമ്മൾ കാണുന്നത്. കുറച്ച് മുന്നിലായി നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. ബസ് ഈ റോഡിലേക്ക് തിരിഞ്ഞിട്ടുണ്ട്. ഈ പ്രവർത്തകർ ഓടിപ്പോവുകയാണ്. ഈ രാഹുൽ ഗാന്ധി വരുന്ന ബസ്സിനെ വരവേൽക്കാനായി മുന്നിലേക്ക് ഓടിപ്പോകുന്ന ദൃശ്യങ്ങളാണ് നമ്മൾ ഈ ഘട്ടത്തിൽ കാണുന്നത്. ഏതായാലും जी गांधी जी को इस पर अपनी श्रद्धांजलि देंगे और देश को जिस आज़ादी के लिए गांधी जी ने संघर्ष किया, आज उस पर एक बहुत बड़ा धब्बा लग चुका है कि हम अपने बच्चों का भविष्य भी को सुरक्षित नहीं रख पा रहे. ഏതായാലും രാഹുൽ ഗാന്ധിയുടെ വാഹനം ബസ് ഇപ്പോഴിതാ ഈ ഗാന്ധി സ്മൃതിയിലേക്ക് എത്തുന്നതാണ് നമ്മൾ കാണുന്ന കാഴ്ച. ये सरकार तानाशाही पर उतर आई है और मैं कहना चाहता हूँ पाप का घड़ा भर चुका है. नरेंद्र मोदी का इस्तीफा, धर्मेंद्र प्रधान का तो बाद में, हम पहले नरेंद्र मोदी का इस्तीफा चाहते हैं. അതാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ഈ ദൃശ്യങ്ങളിലേക്ക് പോയാൽ ബസ് ഈ റോഡിലേക്ക് കടന്നിട്ടുണ്ട്. ഗാന്ധി സ്മൃതി, മഹാത്മാഗാന്ധി വെടിയേറ്റ് വീണ ഈ ഭാഗത്തേക്ക് ഗാന്ധി സ്മൃതിയിലേക്ക് വാഹനം എത്തുന്നതിന്റെ ദൃശ്യങ്ങൾ നമുക്ക് കുറച്ചുകൂടി സൂം ചെയ്താൽ ആ ദൃശ്യങ്ങൾ കാണാൻ കഴിയുന്നുണ്ട്. ഏതായാലും ബസ് ഈ റോഡിലേക്ക് കടന്നു കഴിഞ്ഞിരിക്കുന്നു. ഇപ്പോൾ നമുക്ക് ദൃശ്യങ്ങളിൽ കുറച്ചുകൂടി കൃത്യമായി കാണാൻ കഴിയും. ഏതായാലും കൃത്യമായ ആസൂത്രണം, കൃത്യമായ പദ്ധതി. ഇപ്പോഴത്തെ വാഹനം നമുക്ക് ദൂരെ നിന്ന് കാണാൻ കഴിയും. അതിൽ ആ വാഹനം കടന്നു വരികയാണ്. ഗാന്ധി എന്ന പേരിന് ഈ രാജ്യത്തിന് എല്ലാ കാലവും വിളക്കായിരിക്കാനുള്ള ശേഷിയുണ്ട് എന്നത് നമ്മൾ ഓർക്കേണ്ടതുണ്ട്. അനീതിക്കെതിരായ, അധികാരത്തിനെതിരായ പോരാട്ടത്തിന് ആശ്രയമാകാൻ മുറിഞ്ഞു ചോര വാർന്നൊരു മാർത്തടം സദാസജ്ജമായി നിൽക്കുന്നുണ്ട്. രണ്ടു കൈയും നീട്ടി നിൽക്കുന്നുണ്ട് എന്നത് പ്രധാനമാണ്. അനീതിക്കെതിരായ ഏത് പ്രതിഷേധത്തിനും അതുകൊണ്ടാണ് ഗാന്ധിജിയിലേക്ക് നോക്കൂ എന്ന് പ്രതിപക്ഷം പറയുന്നത്. അഹിംസാ മാർഗത്തിലുള്ള സമരങ്ങളെ മർദ്ദനമുഷ്ടി ഉപയോഗിച്ച്, ഉരുക്കുമുഷ്ടി ഉപയോഗിച്ച് നേരിടാനുള്ള ശ്രമങ്ങൾക്ക് മുന്നിൽ വെക്കാവുന്ന ഒരു പേരാണ് ഇന്ത്യക്കെന്നും ഗാന്ധി എന്നത്.